നമസ്കാരം, എല്ലാവർക്കും രമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ചിക്കൻ ചുക്കയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്നത് വരേക്കും അത് വെച്ചിരിക്കുക. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത് ഇവ മൂന്നും ചേർത്ത് കൊടുക്കാം. ഇത് ഓരോന്നായി ചേർത്ത ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ മണം ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള നമ്മളിനി നന്നായി വഴറ്റിയെടുക്കണം. നമ്മളിവിടെ ഏകദേശം 2 കപ്പോളം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നിറം മാറി വരുന്നത് വരേക്കും നമ്മളിത് തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ കളർ ഏകദേശം മാറിയപ്പോഴത്തേക്കും ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തേക്കും ഇത് നന്നായി പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. ഇനി ഇത് വീണ്ടും വഴറ്റുക. ഇത് വഴറ്റി ഇതിൻ്റെ നിറം മാറി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കണം. ഏകദേശം തക്കാളി ഇടാനായിട്ട് നേരാകുന്നുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഇതൊന്ന് ചൂടാക്കണം. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട മസാലകൾ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കേണ്ട നേരമായി. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മല്ലിപ്പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ചിക്കൻ മസാല ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരേക്ക് നമ്മളിതൊന്ന് വരട്ടണം. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമുളകൊക്കെ പോയി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കനും മസാലയും കൂടെ നന്നായി കോട്ടാവണം. ഈ അടിയിൽ കിടക്കുന്ന മസാല എല്ലാം ചിക്കനിൽ നന്നായി പുരണ്ട് വരണം. അപ്പോഴാണ് ഇത് പാകത്തിൽ നമുക്ക് വെന്ത് കിട്ടുക. ഇതിപ്പോൾ ചിക്കനും മസാലയും ഏകദേശം നന്നായി കോട്ടായി വരുന്നുണ്ട്. അല്പനേരം കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. മസാല നന്നായി ചിക്കനിൽ പിടിക്കണം. അപ്പോഴേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. മസാല നന്നായി പിടിക്കുന്നുണ്ട്. നന്നായി തേച്ച് കൊടുക്കുക. ചിക്കനിൽ ഉടനീളം തേച്ച് കൊടുക്കുക. ഇപ്പം ഇതൊക്കെ നമ്മൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മളിത് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വറ്റുന്നവരേക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ സവാളയിൽ തന്നെ ഇപ്പോഴും വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായി റോസ്റ്റ് ആവുന്ന വരേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇത് ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത സവാള ഇട്ട് കൊടുക്കണം. ബാക്കി നമ്മുടെ സാധാരണ ചിക്കൻ റോസ്റ്റിൽ നിന്നും നമ്മുടെ ചിക്കൻ ചുക്കയെ വ്യത്യസ്തമാക്കുന്നത് ഈ വറുത്ത സവാള തന്നെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പല റെസിപ്പീസും ഇതിൽ വെച്ച് ചിക്കൻ ചുക്കയിൽ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെത്തേഡാണ് എനിക്ക് ഏറ്റവും നന്ദി തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി തന്നെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയുമാണ്. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ ചുക്ക തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്